ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം, അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അവരയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോളജിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ റേസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. റേഡിയോളജിയിൽ വേക്കൻസി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോളജിയിലും സ്കോപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ റേഡിയോളജി, ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യൻ, അങ്ങനത്തെയൊക്കെ കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് എന്ത് വേണം? ലൈസൻസ് വേണം. ലൈസൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോമെട്രി, അതായത് ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പ്രോമെട്രി എക്സാം പഠിച്ച് എഴുതി അതിൻ്റെ ലൈസൻസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ കുറേ സൈറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ നേഴ്സസിന് അപ്ലൈ ചെയ്യുന്ന സെയിം സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒക്കെ ഓരോ പൊസിഷനിലുള്ളത് വയ്ക്കാം. എന്ന് വെച്ചാൽ അതൊക്കെ HR-ൻ്റെ മെയിൽ IDസുകളാണ്. അപ്പം നിങ്ങൾക്ക് അതിലും അപ്ലൈ ചെയ്യാം. നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് എന്താക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും എന്താവും, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസും എല്ലാം ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും വിളിക്കും. ഹോസ്പിറ്റൽ, മെഡിക്കൽ സെൻറ്റർ, ക്ലിനിക്സ്, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് വരുന്നത്. മോസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് വരുന്നത് കേട്ടോ ഈ റേഡിയോളജി കാര്യങ്ങളൊക്കെ. പിന്നെ ചില ക്ലിനിക്സിലും, അതായത് മെഡിക്കൽ സെൻറ്ററുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ UAE-ലുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്ന് ജസ്റ്റ് ഒരു 1 മന്ത് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അതിനെക്കുറിച്ച് മോർ ഡീറ്റെയിൽസ് വൈസ് അറിയില്ല, ആ ഒരു കാറ്റഗറിയെ കുറിച്ച് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്താൽ കിട്ടും. ഞാനിവിടെ ഇതും പിന്നെ ഇവിടെ വർക്ക് ചെയ്തതും പിന്നെ വേറെ കുറേ ഹോസ്പിറ്റലിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഹ്യൂജ് സ്റ്റാഫിന് ആവശ്യമില്ല. ഓൾറെഡി ഉള്ള സ്റ്റാഫ് തന്നെ പെർമനൻ്റ് ആയിട്ട് കുറേ നാളുണ്ട്. അപ്പോൾ അവിടെ റേഡിയോളജിയിലൊക്കെ അറിയാലോ, കുറേ ഈ നേഴ്സസിനെ പോലെ കുറേ പേരെയൊന്നും ആവശ്യമില്ലല്ലോ. അത് കുറച്ച് ഇനഫ് സ്റ്റാഫ് മതിയല്ലോ. അപ്പോൾ അവർ റിസൈൻ ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് അവിടെ വേക്കൻസികൾ അവൈലബിൾ ആവുള്ളൂ. എനിവേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും കിട്ടും. പക്ഷേ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം, നല്ലൊരു എക്സ്പീരിയൻസും വേണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. മെസ്സേജിലൂടെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.